55 സെക്കൻഡ്സ് കൊണ്ട് ഇംഗ്ലീഷിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. നമ്മൾ പലപ്പോഴും പറയുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്, ഓഫീസിൽ പോകാനുണ്ട്, വസ്ത്രങ്ങൾ കഴുകാനുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ഓക്കെ, ഐ ഹാവ് ടു, ഇതാണ് ടെക്നിക്ക്. ഐ ഹാവ് ടു എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യമുണ്ട് പറഞ്ഞാൽ മതി. സിമ്പിൾ, ഈസി പീസി. ഓക്കെ, ഐ ഹാവ് ടു ഗോ ടു ദി ഓഫീസ്, ഐ ഹാവ് ടു ഓപ്പൺ ദി ഓഫീസ്. ഞാൻ റെഡി ആകേണ്ടതുണ്ട്, ഐ ഹാവ് ടു ഗെറ്റ് റെഡി. എനിക്ക് വസ്ത്രങ്ങൾ കഴുകാനുണ്ട്, ഐ ഹാവ് ടു വാഷ് മൈ ക്ലോത്ത്സ്, ഐ ഹാവ് ടു വാഷ് മൈ ഡിഷസ്, അല്ലെങ്കിൽ ഐ ഹാവ് ടു വാഷ് ദ ഡിഷസ്. എഴുതാനുണ്ട്, ഐ ഹാവ് ടു റൈറ്റ്. എനിക്ക് പഠിക്കാനുണ്ട്, ഐ ഹാവ് ടു സ്റ്റഡി. എനിക്ക് പോവാനുണ്ട്, ഐ ഹാവ് ടു ഗോ. എനിക്ക് മാർക്കറ്റിൽ പോകാനുണ്ട്, ഐ ഹാവ് ടു ഗോ ടു ദി മാർക്കറ്റ്. ഇനി പലപ്പോഴും ഇതിന്റെ നെഗറ്റീവ് വരുമ്പോൾ, അതായത് ഇങ്ങനെ കാര്യം ഞാൻ ചെയ്യേണ്ടതില്ല, ഞാൻ പോവേണ്ടതില്ല, ഇന്ന് സൺഡേ ആണ്, ഞാൻ എഴുതേണ്ടതില്ല, പഠിക്കേണ്ടതില്ല, എനിക്ക് ആ എക്സാം ഇല്ല, എക്സാം മാറ്റി വെച്ചു. ഐ ഡോണ്ട് ഹാവ് ടു സ്റ്റഡി, ഞാൻ കഴുകേണ്ടതില്ല, വേറെ ആളുണ്ട്. ഐ ഡോണ്ട് ഹാവ് ടു വാഷ് ദ ഡിഷസ്. ഓക്കെ, ഞാൻ ഡിഷസ് കഴുകേണ്ടതില്ല, ഞാൻ വസ്ത്രം കഴുകേണ്ടതില്ല. ഐ ഡോണ്ട് ഹാവ് ടു വാഷ് ദ ക്ലോത്ത്സ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം, ഞാൻ ഈ ഡോക്യുമെന്റിൽ സൈൻ ചെയ്യേണ്ടതില്ല എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? Write your answers in the comment section. Thank you so much for listening.